വലിയ തിരക്ക് ഇവിടെ ഉണ്ട്. അവരെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. രണ്ടാം തവണയാണ് ഷൈൻ ടോം ചാക്കോ NDPS കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. ഏറ്റവും നിർണായകമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയെ നിലവിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണ് പോലീസ് അങ്ങോട്ടേക്ക്, അതായത് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഷൈൻ ഒരു തരത്തിലുള്ള പ്രതികരണം ഏറെ പണിപ്പെട്ടാണ് ഷൈൻ ടോം ചാക്കോയെ നിലവിൽ ഷൈനുമായുള്ള വാഹനം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. ഷൈനിന്റെ ലഹരി ഉപയോഗത്തിന് അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വലിയൊരു തിരക്ക് അവിടെ കാണാം. മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ തന്നെയാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ സിനിമകളിലും ഷൈൻ ടോം ചാക്കോയുടെ ഒരു സാന്നിധ്യം, അഭിനയ തികവിലൊക്കെ തന്നെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നന്നായി അഭിനയിക്കുന്ന ഒരു നടനാണ്. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. വളരെ നിർണായകമായ നീക്കമായിരുന്നു ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്ത നിയമ നടപടിയായി വൈദ്യപരിശോധന. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം വൈദ്യപരിശോധന, അതിനുശേഷമാകും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. അദ്ദേഹത്തെ ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചന, ഈ രണ്ട് കാര്യങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിഷ്ണു, വലിയൊരു തിരക്ക് നമുക്ക് കാണാം. മുഖത്ത് ഒരു നിസ്സംഗത തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക്. അടുത്ത വൈദ്യപരിശോധന, മറ്റ് നടപടികൾ ഏത് രീതിയിലാണ് പോവുക? കൂടുതൽ വിവരങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ വരുന്നത്? ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപ്രകാരമുള്ള വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ നടപടിയാണ്. ഈ ആന്റി ടോപ്പിംഗ് ടെസ്റ്റിനടക്കം പോലീസിനെ സമീപിക്കണമെങ്കിൽ ഒരു കേസ് വേണം, ഒരു NDPS കേസ് വേണം. എങ്കിൽ മാത്രമേ ഇയാളുടെ മുടിയും നഖവും ഒക്കെ പരിശോധിക്കാനുള്ള സാധ്യത പോലീസിന് മുൻപിൽ തെളിയൂ. ആ തടസ്സം ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലറായ സജീറുമായി ബന്ധപ്പെട്ട നിലവിൽ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നൊരു വിലയിരുത്തൽ അടിസ്ഥാനത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. ആ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. സാറേ ഏത് വകുപ്പ് പ്രകാരമാണ്? അല്ല, നിയമപ്രകാരമുള്ള ഇത് പ്രകാരം. പ്ലീസ് ഞങ്ങൾ സംസാരിക്കാം. എന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്. പ്ലീസ് ബാക്കിയുള്ള ഒന്ന് കൂടെ ചെല്ലട്ടെ. അല്ല, അതൊക്കെ പരിശോധിക്കാനുള്ള സമയം കിട്ടുന്നുള്ളൂ. ഞങ്ങൾ പരിശോധിക്കട്ടെ. പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അതിനുള്ള സാമ്പിൾസ് എടുക്കുന്നത്. പ്ലീസ് അത് ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ തീരുമാനപ്രകാരമാണ് എടുക്കണേ. വാതിലൊന്നും അടയ്ക്കാൻ ഒതുക്കി. അല്ല, ഞങ്ങളെ ഇപ്പൊ മൊഴി എടുത്തുള്ളൂ. പരിശോധിക്കട്ടെ, കാര്യങ്ങൾ പരിശോധിക്കാം. അത് കുറച്ച് ഉത്തമ ബോധ്യങ്ങളിൽ കൂടി ചെയ്യുന്നതാണ്. അത് ബാക്കിയുള്ള നോക്കിയതിന് ശേഷം ചെയ്യാം. പ്ലീസ് നോക്കട്ടെ. സെൻട്രൽ ACP ജയകുമാറാണ് പ്രതികരിച്ചത്. അതായത് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാൾക്ക് ആണ്. അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അത് മേലുദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ആ തീരുമാനം ഉണ്ടാകുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾക്ക് ഈ ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം തന്നെ അറസ്റ്റിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സെൻട്രൽ ACP വ്യക്തമാക്കുന്നത്. അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക ഈ പറയുന്നത് പോലെ മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമായിരിക്കും. ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലഹരി പരിശോധന അടക്കം നടത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പിളുകൾ ഒരുപക്ഷെ ഈ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നാൽ കൂടുതൽ വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യപ്പെടും. അതായത് ഇന്ന് ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണെങ്കിൽ ഒരുപക്ഷെ ഈ ലഹരി പരിശോധനാ ഫലമൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ ഷൈനെതിരെ കൂടുതൽ വകുപ്പുകളൊക്കെ ചുമത്തും. ഈ സജീറുമായുള്ള ബന്ധം തന്നെയാണ് അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സംഭവം നടന്ന ദിവസം മാത്രം ഏകദേശം ഒരു 20,000 രൂപയുടെ ഇടപാട് സജീർ ഇയാളുമായി നടത്തിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ
അത് ഏറ്റവും നിർണായകമായി. ആദ്യം സജീറിനെ അറിയില്ല എന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോ ഈ ഇടപാടുകളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ഇടപാടുകളൊക്കെ തെളിവ് സഹിതം പോലീസ് നിരത്തുമ്പോൾ അറിയാമെന്ന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോയത്. ഉച്ചവരെ സംഭവിച്ചതുപോലെയല്ല ഉച്ചയ്ക്ക് ശേഷം വളരെ നിർണായകമായ നീക്കവുമായി പോലീസ് രംഗത്ത് എത്തിയത്. അതായത് കേസ് ഉണ്ടാകില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നല്ലോ, അങ്ങനെയല്ല, കേസ് എടുത്തിരിക്കുന്നു. ഒരു കൃത്യമായ സ്ട്രൈക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതിൽ ജാമ്യം കിട്ടും. പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസിന് ചില സാധ്യതകൾ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുമൊക്കെ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്മിത.